പഴുവിലും കൊടുങ്ങല്ലൂരിലും മോഷണം, സ്വർണവും പണവും നഷ്ടപ്പെട്ടു. മേലൂർ പഞ്ചായത്തിലെ പൂലാനി ഗ്രാമം പുലിഭീതിയിൽ ശനിയാഴ്ച രാവിലെയും പുലിയുടെ കാൽപ്പാടുകൾ ചിലയിടങ്ങളിൽ കണ്ടെത്തി. സാംസ്കാരിക പ്രവർത്തനങ്ങൾ നിർബന്ധിത പാഠ്യവിഷയമാക്കണമെന്ന് IG S ഗോപിനാഥ്. കുറ്റങ്ങൾ ഇല്ലാതാക്കാൻ സമൂഹത്തിൽ നന്മകൾ വളർത്തണമെന്നും IG. പഴുവിൽ ചാഴൂർ റോഡിൽ പൂട്ടിയിട്ടിരുന്ന വീടിന്റെ വാതിൽ കുത്തി തുറന്ന് മോഷണം. 19,000 രൂപയും സ്വർണ്ണ കോയിനും അടക്കം 28 ഗ്രാമിന്റെ സ്വർണ്ണാഭരണങ്ങളും 1200 ഖത്തർ റിയാലുകളും ഡിജിറ്റൽ ക്യാമറയും മോഷണം പോയി. ചാഴൂർ റോഡ് തെക്ക് തനിമ സ്ട്രീറ്റിൽ താമസിക്കുന്ന താഴത്ത് വീട്ടിൽ മണികണ്ഠന്റെ വീട്ടിലാണ് മോഷണം. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി തൃപ്രയാർ തേവരുടെ പൂരം പുറപ്പാട് കാണാൻ വീട് അടച്ചിട്ട് കുടുംബസമേതം പോയ സമയത്താണ് മോഷണം നടന്നത്. വൈകിട്ട് 6:30 പോയ കുടുംബം തിരിച്ച് 9:15 വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീട്ടിലെ അമ്മിക്കുഴയെടുത്ത് മുൻവശത്തെ പ്ലൈവുഡിന്റെ വാതിൽ കുത്തി തുറന്ന് ബെഡ്റൂമിലെ അലമാരയിലും മേശയിലും ഉണ്ടായിരുന്ന പണവും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിക്കുകയായിരുന്നു. മണികണ്ഠൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ. പൂരം പുറപ്പാട് കാണാൻ പോയതിനാൽ സമീപത്തെ വീടുകളിലും ആളുകൾ ഉണ്ടായിരുന്നില്ല. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂരിൽ പോലീസ് സ്റ്റേഷന് മുന്നിലെ വസ്ത്രശാലയിൽ മോഷണം. വടക്കേനടയിലെ വന്ദന ടെക്സ്റ്റൈൽസിലാണ് മോഷണം നടന്നത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന 10,000 രൂപ നഷ്ടപ്പെട്ടു. സ്ഥാപനത്തിലെ പുറകുവശത്തെ ഷട്ടർ കമ്പിപ്പാര ഉപയോഗിച്ച് ഉയർത്തിയതിനു ശേഷം പ്ലൈവുഡ് വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ കടയ്ക്കുള്ളിൽ കടന്നിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. മേലൂർ പഞ്ചായത്തിലെ പൂലാനി ഗ്രാമം പുലിഭീതിയിൽ. ഓരോ ദിവസവും പലയിടങ്ങളിൽ പുലിയും കാൽപ്പാടുകളും പ്രത്യക്ഷപ്പെടുന്നതിനാൽ കഴിഞ്ഞ ഒരാഴ്ചയായി നിലനിൽക്കുന്ന പുലിപ്പേടി വർദ്ധിക്കുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് പുലിയെയും കുഞ്ഞിനെയും നേരിൽ കണ്ട വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ പന്തൽപ്പാടം വരെയും പുലി ഭയമുണ്ടാക്കി. പുതിയടത്ത പരമേശ്വരന്റെ ഭാര്യ സുലോചനയാണ് ഏതാനും നിമിഷങ്ങൾ പുലിയെ നേരിൽ കണ്ടത്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ സുലോചന പറമ്പിലൂടെ നടന്നു നീങ്ങുന്ന ഭംഗിയുള്ള ഒരു നായക്കുട്ടിയെ കണ്ടു. പറമ്പിലൂടെ പോയ ജീവി നേരെ എത്തിയത് ദൂരെ കാത്തുനിന്നിരുന്ന തള്ളപ്പുലിയുടെ അടുത്തേക്കായിരുന്നു. ഇതോടെ വീട്ടമ്മ ഒച്ചവച്ചു. ഓടിയെത്തിയ പരമേശ്വരനും അയൽവീടുകളിലെ ചിലരും മിന്നായം പോലെ പുലിയെയും കുഞ്ഞിനെയും കാണുകയും ചെയ്തു. തൊട്ടടുത്തുള്ള പാടത്തേക്കാണ് ഇവ പോയതെന്ന് സുലോചന പറഞ്ഞു. കുറുപ്പത്ത് കിണറ്റിൽ വീണ ആൺപുലിയുടെ ഇണയും കുഞ്ഞുങ്ങളുമാണ് ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വനപാലകർ കെണിക്കൂട് സ്ഥാപിച്ച സ്ഥലത്ത് യുവാക്കൾ ഒരു ബോർഡും ഉയർത്തിയിട്ടുണ്ട്. കൂടിനടുത്തേക്ക് ആരും ചെല്ലരുത് എന്ന മുന്നറിയിപ്പാണ് വച്ചിരിക്കുന്നത്. ഇതിനിടെ ശനിയാഴ്ച രാവിലെയും പുലിയുടെ കാൽപ്പാടുകൾ ചിലയിടങ്ങളിൽ കണ്ടെത്തി. കാടിന്റെ ഭാഗം, വിജനമായ സ്ഥലം എന്നിവിടങ്ങളിലേക്ക് പകൽ സമയത്തും കുട്ടികളെ അയക്കരുതെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുലിയുടെ ആക്രമണം ഭയന്ന് കഴിയുകയാണ് പൂലാനി നിവാസികൾ. സാംസ്കാരിക പ്രവർത്തനങ്ങൾ നിർബന്ധിത പാഠ്യവിഷയമാക്കണമെന്ന് IG S ഗോപിനാഥ് പറഞ്ഞു. പൂപ്പത്തി ചുള്ളൂർ മണിയത്തുകാവ് ദേവസ്വം ക്ഷേത്രത്തിലെ നവീകരണ കലശ കൂപ്പൺ വിതരണ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റവാളികളുടെ ശിക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം കുറ്റങ്ങൾ ഇല്ലാതാക്കാൻ സമൂഹത്തിൽ നന്മകൾ വളർത്തണം. മനുഷ്യന് ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ അവനവനിലേക്ക് ഒതുങ്ങിപ്പോയി എന്നും സമൂഹത്തിൽ വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇല്ലാതായെന്നും IG പറഞ്ഞു. കമ്മിറ്റി ചെയർമാൻ AR രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരി പുനരുദ്ധാരണ കൂപ്പൺ വിതരണം ഉദ്ഘാടനം ചെയ്തു. പൊങ്കാല ഉദ്ഘാടനം ഡബ്ബിംഗ് കലാകാരി ഭാഗ്യലക്ഷ്മി നിർവഹിച്ചു. ശബരിമല മുൻ മേൽശാന്തി മൂത്തേടത്ത് സുകുമാരൻ നമ്പൂതിരി, പാമ്പുമേക്കാട്ട് ജാതവേദൻ നമ്പൂതിരി, മാളികപ്പുറം മുൻ മേൽശാന്തി VK ജയരാജ് പോറ്റി, ചുള്ളൂർ ക്ഷേത്രം തന്ത്രി KM ഗോവിന്ദൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് തിരിച്ച് എഴുന്നള്ളിയ തേവർക്ക് തൃപ്രയാറിൽ ഭക്തി നിർഭരമായ വരവേൽപ്പ്. ശനിയാഴ്ച വൈകിട്ട് 5:30 കിഴക്കേ നടയിലെത്തിയ തേവരെ ഭക്തജനങ്ങൾ രാമമന്ത്രജപം ഉരുവിട്ട് സ്വീകരിച്ചു. സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളിയ തേവർ തുടർന്ന് സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടന്ന് ക്ഷേത്രത്തിലെത്തി. ക്ഷേത്ര പ്രദക്ഷിണത്തിന് ശേഷം തേവർക്ക് ഉഷപൂജ നൽകി. രാത്രി 7:30 ഊരായ്മക്കാർ കുളിച്ച് മണ്ഡപത്തിലിരുന്ന് തേവരെ ഉത്രം വിളക്കിന് എഴുന്നള്ളിക്കാൻ അനുവാദം നൽകി. ഭഗവാനെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചതോടെ മണ്ഡപത്തിൽ പറയും ബ്രാഹ്മണിപ്പാട്ടും സമർപ്പിച്ചു. തുടർന്ന് 3 ആനകളോടെ തൃപ്രയാർ തേവരെ ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ദേവസ്വം ബാലരാമൻ തേവരുടെ സ്വർണ്ണക്കോലം വഹിച്ചു. തുടർന്ന് ക്ഷേത്രം പടിഞ്ഞാറേ നടയിൽ നിന്ന് 5 ആനകളോടെ തേവർ സേതുകുളത്തിൽ ആറാട്ടിനായി എഴുന്നള്ളി. ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തിയ തേവർ വിളക്കാചാരം കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളി. തുടർന്ന് അത്താഴ ശിവേലി, അത്താഴ പൂജ എന്നിവയോടെ പൂരം ചടങ്ങുകൾക്ക് സമാപനമായി.
പ്രയാർ തേവർ ചാത്തക്കുടം ശാസ്താവ് ചേർപ്പ് ഭഗവതി ഊരകത്തമ്മ തിരുവടി എന്നിവരുടെ ശനിയാഴ്ച പുലർച്ചെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി 71 ആനകൾ കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു. തുടർന്ന് മന്ദാരംകടവിൽ ആറാട്ട് നടന്നു. ആറാട്ടിന് ശേഷം ക്ഷേത്രം വലം വെച്ച് ദേവീദേവന്മാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. ഈ സമയം ക്ഷേത്രത്തിൽ പറനിറയ്ക്കൽ, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ എന്നിവയും ഉണ്ടായി. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിച്ച തൃപ്രയാർ തേവരുടെ എഴുന്നള്ളിപ്പ് ആറാട്ടുപുഴയിൽ എത്തിയത് 1.5 മണിക്കൂറോളം വൈകി. ആനച്ചമയങ്ങൾ ഒരുക്കുന്നതിൽ സംഭവിച്ച അലംഭാവമാണ് തേവരുടെ യാത്ര വൈകിച്ചത്. പല്ലിശ്ശേരിയിൽ നിന്ന് 5 ആനകളോടെയും കൈതവളപ്പിൽ നിന്ന് 11 ആനകളോടെയുമായിരുന്നു തേവരുടെ എഴുന്നള്ളിപ്പ്. ഈ 2 സ്ഥലങ്ങളിലും ആനകളുടെ എണ്ണത്തിനൊപ്പം ആനച്ചമയങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടി ദേവസ്വം അധികൃതരും ഭക്തജനങ്ങളും തമ്മിൽ രൂക്ഷമായ തർക്കം നടന്നു. ദേവസ്വം അധികൃതരുടെ വീഴ്ചയാണ് ഇതിന് കാരണമെന്ന് പറയുന്നു. അരിമ്പൂർ വെളുത്തൂരിൽ BJP പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ 3 CPM പ്രവർത്തകരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വെളുത്തൂർ സ്വദേശികളായ ചേന്ദ്ര വീട്ടിൽ ജിനു, കുണ്ടിൽ വീട്ടിൽ വൈശാഖ്, ചേന്ദ്ര വീട്ടിൽ ജിബിൻ എന്നിവരാണ് അറസ്റ്റിലായത്. തെരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് 7:30യോടെ വീട്ടിലേക്ക് പോവുകയായിരുന്ന 4 BJP പ്രവർത്തകരെയാണ് സംഘം ആക്രമിച്ചത്. BJP പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം നടത്തുകയും 2 ബൈക്കുകളും 1 സൈക്കിളും തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. CI C സുന്ദരന്റെ നിർദ്ദേശപ്രകാരം അന്തിക്കാട് SI KK തോമസിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. മദ്ദള വിദഗ്ധനും പാന അനുഷ്ഠാന കലാകാരനുമായ കുമ്മത്ത് അപ്പുനായരുടെ ശതാഭിഷേകം പെരുമ്പിളിശ്ശേരി NSS കരയോഗം ഹാളിൽ നടന്നു. പെരുവനം കുട്ടന്മാരാർ, പരക്കാട്ട് തങ്കപ്പന്മാരാർ, പെരുവനം സതീശന്മാരാർ, മണിയമ്പറമ്പിൽ മണി, പ്രേം മാനസി തുടങ്ങിയവർ പങ്കെടുത്തു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. 9ാം വയസ്സിൽ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ മേളരംഗത്ത് അരങ്ങേറ്റം കുറിച്ച അപ്പുനായർ തൃക്കൂർ കൃഷ്ണൻകുട്ടി മാരാരിൽ നിന്നാണ് മദ്ദളകല അഭ്യസിച്ചത്. 7 പതിറ്റാണ്ടുകാലത്തോളം ആറാട്ടുപുഴ പൂരത്തിനും പെരുവനം പൂരത്തിനും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. തൃശൂർ പൂരത്തിന് പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങൾക്കും 36 വർഷക്കാലം ഉത്രാളിക്കാവ് പൂരത്തിനും അപ്പുനായർ പങ്കെടുത്തിട്ടുണ്ട്. പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ CDSന്റെ നേതൃത്വത്തിൽ ബാലസഭ, ബാലപാർലമെന്റ് എന്നിവ സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 12 മുതൽ 14 വയസ്സ് വരെയുള്ള 100ഓളം കുട്ടികളാണ് പങ്കെടുത്തത്. സമ്മേളനത്തിൽ പങ്കെടുത്ത കുട്ടികൾ വിവിധ വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങളും തയ്യാറാക്കി അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോമസ് പാറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീജ ശശി അധ്യക്ഷത വഹിച്ചു. CDS അധ്യക്ഷ ഗിരിജ വാമനൻ, വത്സല രാമകൃഷ്ണൻ, ബിന്ദു സുബ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. MP കണ്ണൻ, CR നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. മുല്ലശ്ശേരി, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുത്ത 50ഓളം വനിതാ കർഷക തൊഴിലാളികൾക്ക് യന്ത്രവൽകൃത ഞാറുനടീലിൽ പരിശീലനം നൽകി. മഹിളാ കിസാൻ ശാക്തീകരൺ പദ്ധതി പ്രകാരം നെൽകൃഷി പുനരുദ്ധാരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശീലനം. വടക്കാഞ്ചേരി ഗ്രീൻ ആർമിയുടെ ആഭിമുഖ്യത്തിൽ 18 ദിവസം നീണ്ടുനിന്ന പരിശീലനത്തിന് രവി മംഗലം, രുക്മിണി രവി, CK വിശ്വനാഥൻ, KK വിപിൻ എന്നിവർ നേതൃത്വം നൽകി. ഏനാമാക്കൽ റെഗുലേറ്ററിന് സമീപത്തുള്ള 1 ഏക്കറോളം വരുന്ന പാടത്തായിരുന്നു പരിശീലനം. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല കുഞ്ഞാപ്പു പരിശീലന പരിപാടിയുടെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. ഫീൽഡ് കോർഡിനേറ്റർ ജിബ്സ ജഗദീഷ് അധ്യക്ഷത വഹിച്ചു. ബിനിത ശശി, ശാരദ കുഞ്ഞിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്ത് ദളിത് യുവാവിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചതായി പരാതി. അഞ്ഞൂർ ചെറുവത്താനി ഐനിപ്പുള്ളി വീട്ടിൽ സുജീഷിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 9:30യോടെ വടുതല സെന്ററിലുള്ള കടയിൽ പലചരക്ക് സാധനങ്ങൾ വാങ്ങാനായി ലിസ്റ്റ് നൽകി കടയ്ക്ക് മുന്നിൽ കാത്തുനിൽക്കുമ്പോൾ ജീപ്പിലെത്തിയ കുന്നംകുളം SI വണ്ടി നിർത്തി മർദ്ദിക്കുകയായിരുന്നുവെന്ന് സജീഷ് പറയുന്നു. മർദ്ദനത്തിന് ശേഷം വലിച്ചിഴച്ച് കടയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുപോയി. ഇയാൾ സാധനങ്ങൾ വാങ്ങാൻ വന്നതാണോ എന്ന് കടക്കാരനോട് അന്വേഷിക്കുകയും അതേ എന്ന് കടക്കാരൻ പറഞ്ഞപ്പോൾ തന്നെ തള്ളിയിട്ട് പോലീസ് തിരിച്ചുപോയതായും സുജീഷ് പരാതിയിൽ പറയുന്നു. പൊതുസ്ഥലത്ത് വെച്ച് മർദ്ദിച്ച SIക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സുജീഷ് കുന്നംകുളം DYSPക്ക് പരാതി നൽകി. മർദ്ദനത്തിൽ പരിക്കേറ്റ ഇയാൾ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ചെറുതുരുത്തി ദേശമംഗലം തലശ്ശേരിയിൽ പാടം നികത്താൻ ശ്രമിച്ചതിന് നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം. തലശ്ശേരിയിൽ 33 സെന്റ് വരുന്ന പാടത്താണ് മതിൽ കെട്ടി മണ്ണിട്ട് നികത്താനുള്ള ശ്രമമുണ്ടായത്. സംഭവത്തിൽ BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണിട്ടതിന് മുകളിൽ കൊടികുത്തി പ്രതിഷേധിച്ചു. BJP പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സുബിൻ വറവത്തൂർ, വരവൂർ ഗ്രാമപഞ്ചായത്ത് വാർഡംഗം K ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മണ്ണിടൽ തടഞ്ഞത്. ആറങ്ങോട്ടുകര വില്ലേജ് ഓഫീസറും ചെറുതുരുത്തി പോലീസും സംഭവസ്ഥലത്തെത്തി പരിശോധിച്ചു.
വടക്കാഞ്ചേരി ശ്രീ വ്യാസ NSS കോളേജ് നാഷണൽ സർവീസ് സ്കീം പൂർവ്വകാല വളണ്ടിയർമാരുടെയും അധ്യാപക അനധ്യാപകരുടെയും ഒത്തുചേരലായ ഓർമ്മച്ചെപ്പ് 2014 കോളേജ് അങ്കണത്തിൽ നടന്നു. മുൻ പ്രോഗ്രാം ഓഫീസർമാരായ വിജയൻ മേനോൻ, കല്യാണിക്കുട്ടി, നന്ദകുമാർ എന്നീ അധ്യാപകർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. കെ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ KP സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ K പ്രദീപ് കുമാർ, ബാബു, V മുരളി, K സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തലോർ ഉണ്ണിമിശിഹ പള്ളി വികാരി ഫാദർ ഡേവിസ് ചക്കാലയ്ക്കൽ പള്ളി കപ്പേളയ്ക്ക് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നു. ദേവാലയ നിർമ്മാണത്തിന് പുതിയതായി വാങ്ങിയ സ്ഥലത്ത് ദിവ്യബലിയും തിരുകർമ്മങ്ങളും നടത്തുന്നത് ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞിരുന്നു. സ്റ്റേ നീക്കുന്നതിനുള്ള നടപടിയുണ്ടായിട്ടും ജില്ലാ കളക്ടർ അനുയോജ്യമായ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നിരാഹാരം. കേച്ചേരി പഴുന്നാനയിലെ കർഷക കൂട്ടായ്മ ജൈവ കൃഷി രീതിയിൽ നടത്തിയ പച്ചക്കറിയുടെ വിളവെടുപ്പ് നടന്നു. രണ്ടാം വിളവെടുപ്പ് കഴിഞ്ഞ പാടശേഖരം പാടത്തിനടുത്താണ് പഴുന്നാന കൃഷിഭവന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി നടപ്പാക്കിയത്. 12.5 ഏക്കർ സ്ഥലത്ത് നിന്ന് വെള്ളരിയും മത്തനും പയറുമായി 30 ടണ്ണിലേറെ പച്ചക്കറി 3 മാസം കൊണ്ട് 32 പേരടങ്ങുന്ന കർഷക കൂട്ടായ്മ വിളയിച്ചെടുത്തു. കൃഷി സംഘം പ്രസിഡന്റ് വിൽസൺ പുലിക്കോട്ടിൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KK ശശിധരനും കർഷകരും സന്നിഹിതരായിരുന്നു. ദേശമംഗലം തലശ്ശേരിയിൽ കിണറുകൾ പെട്ടെന്ന് വറ്റിവരണ്ടു. വടികിട്ടിൽ സഹദേവന്റെയും നെല്ലിക്കൽ പ്രശാന്തിന്റെയും വീട്ടിലെ കിണറുകളാണ് പെട്ടെന്ന് വറ്റിയത്. അടുത്തുള്ള പഞ്ചായത്ത് കുഴൽക്കിണറിലെ വെള്ളം അളക്കുന്നതിനായി ഭൂജല വകുപ്പ് കുഴൽക്കിണറിൽ നിന്ന് 30,000 ലിറ്ററോളം വെള്ളം പമ്പ് ചെയ്താണ് കിണറുകളിലെ വെള്ളം ഇറങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്ത് അധികൃതർക്കും ഭൂജല വകുപ്പിനും പരാതി നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം. എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ പതാകയെ അപമാനിച്ചതായി പരാതി. പ്രചാരണ സാമഗ്രികൾക്കും പാർട്ടി പതാകയ്ക്കുമൊപ്പം ദേശീയ പതാകയും ചേർത്ത് കെട്ടിയതിനെതിരെ നേരത്തെ പ്രതിഷേധമുയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പതാക നീക്കാത്തതിനെതിരെ നാട്ടുകാർ തർക്കം ഉന്നയിച്ചതോടെയാണ് ദേശീയ പതാക നീക്കം ചെയ്തത്. കയ്പമംഗലം കൂരിക്കുഴി 18 മുറി കുഞ്ഞിക്കോയ തങ്ങളുടെ ആണ്ട് നേർച്ചയും റിഫായിൻ റാത്തീബും നടത്തി. ഇതോടനുബന്ധിച്ച് ജാറംപള്ളി അങ്കണത്തിൽ മൗലീദ് സദസ്സിന് കൂരിക്കുഴി ജുമാ മസ്ജിദ് ഖത്തീബ് സലാം സഖാഫി പാറൽ നേതൃത്വം നൽകി. ഹുസൈൻ തങ്ങൾ, ഇമ്പിച്ചിക്കോയ തങ്ങൾ, ഷമീർ സഖാഫി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് ഭക്ഷണ വിതരണവും ഉണ്ടായി. ചാവക്കാട് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 10 അലങ്കാര കോഴികൾ ചത്തു. വലിയകത്ത് സിറാജിന്റെ വീട്ടിലെ കൂട്ടിലുണ്ടായിരുന്ന അമേരിക്കൻ കോഴികളാണ് ആക്രമിക്കപ്പെട്ടത്. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ പറഞ്ഞു. യുവാക്കളിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനെതിരെ ഹോം സിനിമ തയ്യാറായി. അന്തിക്കാട് ക്രിയേഷന്റെ ബാനറിൽ ജീവിതം എന്ന സിനിമയുടെ പ്രദർശനം ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് അന്തിക്കാട് UAE ഹാളിൽ നടക്കുമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചു. ഫാദർ ഡേവിസ് ചിറമൽ, ശിവജി ഗുരുവായൂർ, അന്തിക്കാട്ടെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രദർശന ഉദ്ഘാടനം ശിവജി ഗുരുവായൂർ നിർവഹിക്കും. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി അധ്യക്ഷനായിരിക്കും. ആക്സ് ജില്ലാ സെക്രട്ടറി ലൈജു സെബാസ്റ്റ്യൻ CD പ്രകാശനം നിർവഹിക്കും. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയുടെ പ്രദർശനം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തും. സംവിധായകൻ അന്തിക്കാട് റഷീദ്, ഗാനരചയിതാവ് സജീവ് നവകം, രമേശ് പെരിങ്ങോട്ടുകര എന്നിവർ അന്തിക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചെങ്ങാലൂർ സൂര്യഗ്രാമം സ്പർശം കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നേത്ര ദന്തരോഗ നിർണയ ക്യാമ്പ് നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജി ബാബു ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് NC സുധീർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി മഞ്ജു K ചന്ദ്രൻ, വിശാഖ് K ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സമിതിയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വാർഷികാഘോഷ പരിപാടികൾ ഞായറാഴ്ച സമാപിക്കും. പുതുക്കാട് മേഖലയിലെ മാവേലി സ്റ്റോറുകളിൽ നിത്യോപയോഗ സാധനങ്ങൾ യഥാസമയം എത്താത്തതുമൂലം ജനങ്ങൾ വലയുന്നു. അരിയടക്കമുള്ള പലചരക്ക് സാധനങ്ങൾ മാവേലി സ്റ്റോറുകളിൽ ഇല്ല എന്നാണ് ജനങ്ങളുടെ പരാതി. അരിയടക്കമുള്ള സാധനങ്ങൾക്ക് വിഷു ഈസ്റ്റർ വിഹിതത്തിൽ കുറവെന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻതോതിൽ വില വർദ്ധിച്ചതോടെ സപ്ലൈകോയ്ക്ക് വൻ നഷ്ടമാണ് നേരിടേണ്ടി വരുന്നത്. 100% സബ്സിഡിയായി നൽകിയിരുന്ന അരി 60% സബ്സിഡിയായും 40% മാർക്കറ്റ് വിലയിലുമാണ് വിൽപ്പന നടത്തുന്നത്. വെളിച്ചെണ്ണ മാവേലി സ്റ്റോറിൽ 62 രൂപയും മാർക്കറ്റിൽ 135 മുതൽ 150 രൂപ വരെയുമാണ് നിരക്ക്. മല്ലി, മുളക് തുടങ്ങിയ പല വ്യഞ്ജനാദികൾക്കും വൻ വില വ്യത്യാസമുണ്ട്.
ചാലക്കുടി സപ്ലൈകോ ഡിപ്പോയ്ക്ക് കീഴിൽ 34 മാവേലി സ്റ്റോറുകളാണ് ഉള്ളത്. ഇവിടെ എത്തുന്ന അരിയടക്കമുള്ള അവശ്യസാധനങ്ങളുടെ വിഹിതത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. ഓരോ കേന്ദ്രങ്ങൾക്കും 2 തവണ സാധനങ്ങൾ എത്തിച്ചുവെങ്കിലും ആവശ്യക്കാർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ ലോഡ് പല സ്ഥലത്തും എത്തിയിട്ടുമില്ല. ശനിയാഴ്ച മുതൽ പൊതു അവധിയാണെന്നതും ഉപഭോക്താക്കളെ വലയ്ക്കുന്നുണ്ട്. മിക്ക ദിവസങ്ങളിലും രാവിലെ മുതൽ തന്നെ മാവേലി സ്റ്റോറുകൾക്ക് മുന്നിൽ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ നീണ്ട നിരയാണ്. യഥാസമയം സാധനങ്ങൾ എത്തിക്കാത്തതുമൂലം മാവേലി സ്റ്റോറുകളെ ആശ്രയിക്കുന്ന സാധാരണക്കാർ ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. ചരിത്രമറിയാതെ വളരാമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA അഭിപ്രായപ്പെട്ടു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ നേതൃത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ടശാങ്കടവിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ ജില്ലാതല ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിനോട് എന്തെങ്കിലും കടമ നിറവേറ്റണമെങ്കിൽ ചരിത്രമറിയാതെ പറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN സുർജിത്ത് അധ്യക്ഷനായിരുന്നു. കാവുമ്പായി ബാലകൃഷ്ണൻ, വേലായുധൻ പണിക്കശ്ശേരി, കോർഡിനേറ്റർ TV വിശ്വംഭരൻ, അഡ്വക്കേറ്റ് പ്രേം പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികൾ പഠന ക്യാമ്പിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചരിത്ര പഠനത്തിന്റെ പോസ്റ്റർ പ്രദർശനവും നടന്നു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ തിരുമുറ്റത്ത് പുറപ്പാട് ദൃശ്യാവിഷ്കാരം ഞായറാഴ്ച വൈകിട്ട് നടക്കും. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ കാനാൻ ദേശത്തേക്കുള്ള യാത്രയാണ് പുറപ്പാട്. ചിറ്റാറ്റുകര ഇടവകയിലെ 4000-ലധികം വരുന്ന വിശ്വാസി സമൂഹവും ഒട്ടകങ്ങളും കുതിരകളും കഴുതകളും ആടുമാടുകളും അടങ്ങുന്ന ജീവജാലങ്ങളും 25,000 ചതുരശ്ര അടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ അണിനിരക്കുമ്പോൾ പുറപ്പാട് ദൃശ്യാവിഷ്കാരം ചരിത്ര സംഭവമാകും. 5 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ദൃശ്യാവിഷ്കാരം ഒരുക്കിയിട്ടുള്ളത്. മൊറോക്കാസ നാടകത്തിന്റെ സംവിധായകനായ ജിൻഡോ തെക്കിനിയത്താണ് പുറപ്പാട് ദൃശ്യാവിഷ്കാരത്തിന്റെയും സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഇടവക ദേവാലയത്തിൽ നടക്കുന്ന വിശ്വാസ ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഒരുക്കുന്ന പുറപ്പാട് ദൃശ്യാവിഷ്കാരത്തിന്റെ ആശീർവാദം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും ഉദ്ഘാടനം അതിരൂപത ചാൻസലർ ഫാദർ റാഫേൽ ആക്കാമറ്റത്തിലും നിർവഹിക്കും. ചാവക്കാട് പേരകം കണ്ടംകുളങ്ങര ക്ഷേത്രോത്സവം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് ശേഷം വർണ്ണക്കാവടി, ചെണ്ടമേളം എന്നിവയുടെ വിവിധ കരകളിൽ നിന്ന് എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. രാത്രി നാടൻ പാട്ടുകളും അരങ്ങേറി. കുന്നംകുളത്ത് 5 ലക്ഷത്തോളം രൂപ വില വരുന്ന പാൻ മസാലകൾ പിടികൂടി. അയ്യപ്പത്ത് ശങ്കരപുരം റോഡിൽ പള്ളാത്ത് വീട്ടിൽ ബിനുവിന്റെ വീട്ടിൽ നിന്നാണ് ഹാൻസ് പിടികൂടിയത്. വീടിന് പുറകുവശത്തെ തൊഴുത്തിനോട് ചേർന്ന മുറിയിൽ 10 ചാക്കുകളിലായിട്ടാണ് ഹാൻസ് സൂക്ഷിച്ചിരുന്നത്. ബൈജു റോഡിലുള്ള PK സ്റ്റോഴ്സിന്റെ ഉടമയാണ് ബിനു. കുന്നംകുളം CI VA കൃഷ്ണദാസ്, ഷാഡോ പോലീസ് അംഗങ്ങളായ രാകേഷ്, ബാബുരാജ്, ജിജോ ജോൺ, ജോഷി എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴുവിലും കൊടുങ്ങല്ലൂരിലും മോഷണം, സ്വർണവും പണവും നഷ്ടപ്പെട്ടു. മേലൂർ പഞ്ചായത്തിലെ പൂലാനി ഗ്രാമം പുലി ഭീതിയിൽ. ശനിയാഴ്ച രാവിലെയും പുലിയുടെ കാൽപ്പാടുകൾ ചിലയിടങ്ങളിൽ കണ്ടെത്തി. സാംസ്കാരിക പ്രവർത്തനങ്ങൾ നിർബന്ധിത പാഠ്യവിഷയമാക്കണമെന്ന് IG S ഗോപിനാഥ്. കുറ്റങ്ങൾ ഇല്ലാതാക്കാൻ സമൂഹത്തിൽ നന്മകൾ വളർത്തണമെന്നും IG. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.